ഞാൻ ആദ്യമായി ഇങ്ങനെ ഒരു മനോഹരമായ കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ച ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. മനോഹരമായിരിക്കുന്നു. നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് വല്ലാത്തൊരു സംവിധാനമാണ്. മഹാരഥന്മാരായ നേതാക്കന്മാർ കൊടുത്തുയർത്തിയ വല്ലാത്തൊരു പ്രസ്ഥാനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയാണ് സത്യം പറഞ്ഞാൽ കേരളത്തെ ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് മലയോര മേഖലയാണ്. ഈ മലയോര മേഖലയിൽ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെയും പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആധി വേറെയാണ്. വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടാകും, അതുപോലെ തന്നെ മറ്റ് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും. അതിൽ നിന്ന് എങ്ങനെയാണ് ഒന്ന് കരകയറുക എന്നുള്ള വല്ലാത്തൊരു ചിന്തയുണ്ടാകും നിങ്ങളുടെ മനസ്സിൽ. ഇവിടെ നിലപാടില്ലാത്ത ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അവർക്ക് ആദർശമില്ല. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഒന്നും അവർ വോട്ട് ചോദിക്കുന്നില്ല. അവർ വോട്ട് ചോദിക്കുന്നത് വാർഡിലേക്കാണ്. അവർ പറയുന്നത്, നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ബ്ലോക്കിലേക്ക് വോട്ട് കൊടുത്തോ, ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ട് കൊടുത്തോ, പക്ഷെ വാർഡിലെ വോട്ട് ഞങ്ങൾക്ക് തരൂ എന്നാണ് പല വീടുകളിലും കയറി പറയുന്നത്. ഈ പല വീട് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലാണ്. മേഴ്സി ചേച്ചിയുടെ വിജയമല്ല, അവിടെ ഭൂരിപക്ഷമാണ് വിജയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പണിയെടുക്കണം. UDFന്റെ കൽക്കുണ്ട് വാർഡ് ത്രിതല തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വികസനത്തിനൊരു വോട്ട്, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ഒരു വോട്ട്, കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ദുർഭരണ അവഗണനയ്ക്കെതിരെ ഒരു വോട്ട്, ഇതാണ് ഇക്കുറി UDF മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഗതാഗത സൗകര്യം താറുമാറായതിനാൽ ദുരിതമനുഭവിക്കുന്ന കൽക്കുണ്ട് വാർഡുകാരുടെ ഇടതുപക്ഷ ദുർഭരണത്തിനും മുൻ മെമ്പർക്കുമെതിരെയുള്ള പ്രതിഷേധ സംഗമം കൂടിയായി മാറി UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. മെയിൻ്റനൻസ് വർക്കുകൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി വകയിരുത്തിയ 3.25 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലാപ്സാക്കിക്കളഞ്ഞ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണസമിതിയും കൽക്കുണ്ടിന്റെ മെമ്പറുമാണ് ഗതാഗത ഗതികേടിനും കൽക്കുണ്ടിന്റെ പിന്നോക്കാവസ്ഥയ്ക്കും കാരണക്കാരെന്ന് പ്രാസംഗികർ പറഞ്ഞു. മലയോര മേഖലയുടെ വൈദ്യുതി പ്രതിസന്ധികൾക്ക് പരിഹാരത്തിനായി സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ പ്രാരംഭ പ്രവൃത്തികൾക്കായി അനുവദിച്ച 10 കോടി രൂപ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തി. കാലവർഷക്കെടുതികളും മറ്റും ഏറെയുള്ള പ്രദേശത്തേക്ക് അനുവദിച്ച ഫയർ സ്റ്റേഷനും നഷ്ടപ്പെടുത്തി. കെടുകാര്യസ്ഥതയും അഴിമതിയും മാത്രമാണ് കരുവാരകുണ്ടിൽ കഴിഞ്ഞ 5 വർഷവും ഇടതുപക്ഷ ഭരണം കാഴ്ചവെച്ചത്. മാറ്റത്തിനായി, വികസനത്തിനായി, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനായി UDF ഭരണം ആഗ്രഹിക്കുന്ന ജനതയ്ക്കൊപ്പം നിന്ന് കൽക്കുണ്ടിൽ ഇക്കുറി UDF മെമ്പർമാരെ വിജയിപ്പിക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന വൻ ജനാവലിയായിരുന്നു കൽക്കുണ്ടിൽ നടന്ന കൺവെൻഷനിലെ ജനപങ്കാളിത്തം. 100 കണക്കിന് സ്ത്രീകളും യുവാക്കളും പ്രായമായവരും ഉൾപ്പെട്ട നാട്ടുകൂട്ടം ആവേശത്തോടെയും കരഘോഷത്തോടെയുമാണ് ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും അവരുടെ വാക്കുകളും ശ്രവിച്ചത്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സലീന, ഗ്രാമപഞ്ചായത്തിലേക്ക് കൽക്കുണ്ട് 7ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന പരേതനായ തൊമ്മൻ എന്ന തോമസ് മാത്യുവിൻ്റെ ഭാര്യ മേഴ്സി ടീച്ചറും വോട്ടഭ്യർത്ഥിച്ച് സംസാരിച്ചു. ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി MK മുഹമ്മദ് അലി, DCC മെമ്പർ NK ഹമീദാജി, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബോസ് തെങ്ങുമൂട്ടിൽ, റഷീദ് പാതിക്കാടൻ, കൃഷ്ണകുമാർ, ബോബി ജോർജ്, ജോണി എടക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. KMCC പ്രതിനിധി യൂസഫ് എന്ന നാണിക്കുരുക്കൾ, കാതർവാടയിൽ കരുവാരകുണ്ടുകാരുടെ പ്രിയപ്പെട്ട പരേതനായ ഉണ്ണിമാക്കായുടെ മകൻ സജ്നൂത്ത അലീം, സിദ്ദിഖ് തുരുമ്പോട, ചാക്കോച്ചൻ തോമ്പുന്നയിൽ എന്നിവർ പങ്കെടുത്തു. സദസ്സിന്റെ വേദിയിലൊക്കെ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വലിയ കാര്യം പറയാനുള്ളത്, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. ആരും പേടിക്കണ്ട. എന്നെ കുറിച്ച് മേ ബി മറ്റുള്ളവർക്ക് അധികമൊന്നും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർ പോവും, 6 മാസമൊക്കെ ഉണ്ടാവുള്ളൂ, അവർക്ക് വേറെ ജോലിയുണ്ട്, അവർ നമ്മുടെ കൂട്ടത്തിലുള്ളവർ പോലും പറയുന്നുണ്ടെന്നുള്ളതും കൂടി എന്നെ ഒരു വിഷമിപ്പിച്ചൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. ഞാനിവിടെ ഇല്ലാതിരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 14 വർഷം മുമ്പ് തൊമ്മച്ച മരിച്ചുപോയി. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ വളർത്തുന്നതിന് വേണ്ടി എനിക്ക് പുറത്ത് ജോലിക്ക് പോകേണ്ടി വന്നു. കാരണം എനിക്കറിയാവുന്ന ജോലിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഇനി ഇപ്പം എൻ്റെ മക്കൾ നിങ്ങൾക്കറിയാം, മക്കൾ വലുതായി, അവർക്കിനി എൻ്റെ കാര്യം നോക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഇവിടെ നമ്മുടെ കേരള ഡിവിഷനിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥി
ശ്രീമതി സലീനയാണ്. സലീന മഞ്ഞൾപ്പാറ വാർഡിലെ 5 വർഷം വാർഡ് പ്രതിനിധിയായിട്ട് നമ്മുടെ കരുവാരോട് പഞ്ചായത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിത്വമാണ്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സലീന. എന്നെ ചിലർക്കൊക്കെ അറിയാം. നിങ്ങൾ എന്നെ ഈ ഡിവിഷനിൽ നിന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചയച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെ വികസനം എന്നാൽ കഴിയുന്നത് ചെയ്യാൻ പറ്റും, അത് നോക്കിയിട്ട് മേഴ്സി ചേച്ചിയുടെ കൂടെ നിന്ന് നിങ്ങളൊപ്പം പ്രവർത്തിക്കുമെന്നും അതിലുപരിയായി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എന്നെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ നിങ്ങളിൽ ഒരു സഹോദരിയായി ഞാൻ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു നിർത്തുന്നു. മലയോര മേഖലയിലൊക്കെ വൈദ്യുതി എത്തി നമ്മളൊക്കെ ഇന്ന് ഈ കറണ്ടിന്റെ വെളിച്ചത്തിൽ ഇതിന്റെ കൂടുതൽ ഇതിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന 10 കോടി രൂപയുടെ സൗകര്യം അവരുടെ പിടിപ്പുകേട് കാരണം നഷ്ടപ്പെട്ടു. ഇതാണ് അവരുടെ ഭരണത്തിന്റെ മികവ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 3.25 കോടി രൂപ അവരുടെ പിടിപ്പുകേട് കൊണ്ട് നമുക്ക് നമ്മുടെ റോഡുകളോ ബാക്കി എന്തെല്ലാം സംവിധാനങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ നമ്മുടെ നാട്ടിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് തിരിച്ചടക്കപ്പെടുന്നു. നമുക്ക് അനുവദിക്കപ്പെട്ട പൈസകൾ, രൂപകൾ, കോടികൾ, നമ്മുടെ നാട്ടിൽ നടക്കേണ്ട വികസനങ്ങൾ, ഇങ്ങനെ കഴിവുകേടിന്റെ പിടിപ്പുകേടിന്റെ ഒരു കൂത്തരങ്ങായി മാറിയ ഒരു ഭരണസമിതിയായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണസമിതി. 60 വർഷക്കാലം കൊണ്ട്, അതായത് EMS മുതൽ നമ്മുടെ ഉമ്മൻചാണ്ടിയും കരുണാകരനും അതുപോലെ ആന്റണിയും ഒക്കെ ഭരിച്ച ഈ കേരളത്തിൽ 60 വർഷക്കാലം കൊണ്ട് നമ്മൾ കടമെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, 1.25 ലക്ഷം കോടിയാണ്. ഈ പിണറായി 2016 മുതൽ കേരളം ഭരിച്ചപ്പോ ഇപ്പോ 9 വർഷം കഴിയുമ്പോ ഈ കേരളത്തിന്റെ കടം 4.3 ലക്ഷം 43 ലക്ഷം കോടിയാണ്. ഈ 9 വർഷക്കാലം കൊണ്ട് CPM കടമെടുത്തത് 27 ലക്ഷം കോടിയാണ്. എന്നിട്ട് ഇവര് പറയുന്നു ഇതുപോലെ കടം മേടിച്ച് ദൂർത്തടിക്കാരെ കൊടുക്കുന്ന സർക്കാർ സംവിധാനമാണല്ലോ. ഇതിലെന്താ സർക്കാർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏൽപ്പിച്ചാൽ മതി. ഇതിൽ കൊണ്ടുപോയത് മുഴുവൻ CPM-ന്റെ നേതാക്കളാണ്. പിണറായി തന്നെ 130 കോടിയോളം രൂപ മുടക്കിയാണ് 26 തവണ പിണറായി കുടുംബം വിദേശ സഞ്ചാരം നടത്തിയത്. 1 രൂപ കേരളത്തിലേക്ക് കൊണ്ടുവരാനല്ല, ഇത് വിദേശ നിക്ഷേപത്തിന്റെ പേര് പറഞ്ഞ് കുടുംബവുമായി ജോലി അടിച്ച് ദൂർത്തടിച്ച കാശ് 130 കോടിയാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇതുപോലെ സമസ്ത മേഖല തകർത്ത് തരിപണമാക്കിയ ഇത് ത്രിതല പഞ്ചായത്തിൽ നടക്കുന്ന ഇലക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരന്തരം വീട് കയറിക്കൊണ്ടിരിക്കുക. ഈ വീട് കയറി നമ്മൾ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരായാലും ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ ന്യൂനതകൾ ഉണ്ടാവും. അപ്പൊ ആ ന്യൂനതകൾ ഒരിക്കലും പറയാതിരിക്കുക. അത് പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു വോട്ട് പോലും അത് മറിഞ്ഞു പോകും. അപ്പോ നമ്മളെ എതിരെ സ്ഥാനാർത്ഥികൾ ഇന്ന് വീട് കയറിയപ്പോ നമ്മളെന്തോ പറഞ്ഞു എന്നുള്ളൊരു ഇത് എൻ്റെ അടുത്ത് അവർ വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് UDF-ന്റെ പ്രവർത്തകർ ഏത് സ്ഥാനാർത്ഥിയാണോ നമ്മളെതിരെ മത്സരിക്കുന്നത് അവരെ ഒരു കാരണവശാലും ഒന്നും പറയാതിരിക്കുക. അത് നമ്മുടെ ശൈലിയല്ല, UDF-ന്റെ ശൈലി അതല്ല. ഇവിടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുണ്ട്. സംസ്ഥാനത്തിന്റെ ഭരണം, ത്രിതല പഞ്ചായത്തിന്റെ ഭരണം,